നമ്മളെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ 2 പഴവും കുറഞ്ഞ ചേരുവയും മിക്സിയിൽ കറക്കി 2 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലൻ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പഴം ഏതാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലത്തെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ് അല്ല, അതേ മോഡലുള്ള ഒരു പഴമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറുപഴം വേണമെങ്കിലോ നേന്ത്രപ്പഴം വേണമെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ ഓട്സ് ആണ്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം. ഇത് നല്ല ഹെൽത്തി ആണ് പറയാൻ കാരണം നമ്മളിതിൽ മുഴുവനായിട്ട് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓട്സ് വീട്ടിലില്ലാന്ന് വിചാരിച്ച് വിഷമിക്കുക വേണ്ട. നമുക്ക് ഓട്സിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലോ അല്ലെങ്കിൽ സാധാ മൈദപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് പൊടിയും യൂസ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ ഓട്സ് ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒന്നും ഓവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1 മുട്ട വെച്ചിട്ട് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും. പഴമൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. എനിക്ക് കുറയ്ക്കണമെങ്കിൽ കുറച്ചിട്ടും ചെയ്യാം, പ്രശ്നമില്ല. നമുക്കിത് ശർക്കര വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ശർക്കരൻ്റെ പൊടിയോ അല്ലെങ്കിൽ ശർക്കര ഒന്ന് ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്നും കൂടി ഒരു ഹെൽത്തി ആവും. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ സിനമൺ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുവപ്പട്ട പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, സ്കിപ്പ് ചെയ്യാം. കാരണം ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളെ ഓട്സിൻ്റെ ഒന്നും ടേസ്റ്റേ വരില്ല. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം വേണമെങ്കിൽ നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ പാലും കൂടിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും. എന്നിട്ട് അത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, വേണമെങ്കിൽ കുറച്ചും കൂടി പാലൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ചൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിവിടെ ഓവർ സമയമൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പരത്തി കൊടുക്കാം. ഓവറായിട്ടൊന്ന് ദോശ ചുടുന്ന രീതിക്കൊന്നും ചെയ്യണ്ട. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്തും കൂടി കൊടുക്കാം. ഇരുമ്പ് ചട്ടിയിലൊക്കെയാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ കുറച്ചൊരു ഓയിൽ തടവിയതിന് ശേഷം ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് മാത്രം മതി. നമുക്ക് പുറമേയൊക്കെ ഒന്ന് സ്റ്റിഫ് ആവാൻ വേണ്ടി ഒരു നല്ല പോലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ ഒന്നും കൂടി ഒരു കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൽ നമുക്ക് നട്ട്സൊക്കെ വേറെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.